നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അമ്പലം വാർഡ് ആറ്റിന് കിഴക്കേക്കര അംഗൻവാടിയിൽ സംഘടിപ്പിച്ച യോഗത്തിന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പി ജയകൃഷ്ണൻ സ്വാഗതം പറയുകയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബീവി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. വളരെ വിപുലമായ ഒരു ചടങ്ങ് കഴിഞ്ഞ ഒരു ദിവസം 30-ാം തീയതി മെയ് മാസം 30-ാം തീയതി നടത്തണമെന്ന് വിചാരിച്ചിരുന്നു. നിർഭാഗ്യവശാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പേമാരി പെയ്തത് കാരണം 6 മാസം മഴയെ പ്രാർത്ഥിച്ചിരുന്ന നമ്മൾ 10 ദിവസത്തെ മഴ കൊണ്ട് മഴയെ പ്രാകുന്ന കാലഘട്ടത്തിലേക്ക് മാറിയ ദിവസങ്ങളായതുകൊണ്ട് കേരളം അങ്ങോളം അങ്ങ് വെള്ളത്തിലായതുകൊണ്ടും നാം പരിപാടി മാറ്റിവെച്ചിരുന്നു. ഇന്നത്തെ ദിവസത്തിന് നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ യോഗം കൂടി ആയതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഇങ്ങനെ ഓടിച്ചു പോകണമെന്ന് തീരുമാനിച്ചത്. എങ്കിൽ പോലും ഔപചാരികത ആധികാരികമായ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉദ്ഘാടനം വേണമെന്നുള്ള നിർദ്ദേശങ്ങളും അതുപോലെ ഈ വകുപ്പ് ശിശുക്ഷേമ സമിതിയുടെയും സാമൂഹ്യനീതി വകുപ്പിൻ്റെയൊക്കെ നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് നടത്തപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും നമുക്ക് നടത്താൻ പറ്റിയത്. നമ്മുടെ മക്കളെ ഗവൺമെൻറ് എത്ര പരിശ്രമിച്ചാലും ഒരുപാട് ദീർഘവീക്ഷണത്തോടെ ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടുന്ന ഊർജം പകരാൻ അവർക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങളും അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകണം, തലമുറകളിലേക്ക് കൈപിടിച്ചുയരുന്ന നന്മ എന്നുള്ളതാണ് അങ്കണവാടികളുടെ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല വീതി ഒരുക്കാൻ, നല്ല പാത ഒരുക്കാൻ രക്ഷിതാക്കൾ കൂടി പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അത്തരത്തിൽ അംഗനവാടിയുടെ പ്രവർത്തന ക്രമീകരണങ്ങൾ മുന്നോട്ട് പോയാൽ വരും തലമുറയ്ക്കാണ് നമ്മൾ നല്ല വെളിച്ചം പകരുന്നത്. തലത്തിൽ എല്ലായിടത്തും അംഗൻവാടി പ്രവേശനോത്സവങ്ങൾ നടന്നു വരികയാണ്. നമുക്കറിയാം അംഗൻവാടിയിലേക്ക് കുഞ്ഞുമക്കളെ വിടുന്നത് എന്തിനാണ് എന്നുള്ളത്. നമ്മൾ നേരെ കൊണ്ടുവന്ന് സ്കൂളിലാക്കുമ്പോൾ അവിടെ അവരെ എഴുതാനാണ് ആദ്യമേ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. കുഞ്ഞുമക്കള് കഥകളിലൂടെയും പാട്ടുകളിലൂടെയും അവര് ഡാൻസ് കളിച്ചും അവർക്കുള്ള പേടി, ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി മറ്റൊരാളോട് സംസാരിക്കുമ്പോഴുള്ള പേടിയൊക്കെ മാറ്റി അവർ റിലാക്സ് ചെയ്ത് വളരേണ്ടുന്ന ഒരു സമയമാണ്. ഒരു 2.5 മുതൽ 6 വയസ്സ് വരെ അവരുടെ ബുദ്ധി വികസിക്കുന്ന സമയമാണ്. ആ സമയം അംഗൻവാടികളിൽ വന്ന് അവർ കളികളും പാട്ടുകളിലൂടെയും ഒക്കെയാണ് ന്യൂട്രീഷൻ ഫുഡൊക്കെ കഴിച്ച് അവർ ആവശ്യത്തിന് ഉറങ്ങി കളിച്ച് തന്നെ വളരണം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ അംഗനവാടികളെ പ്രത്യേകമായി അവർക്ക് കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ ഓരോ വർഷവും പ്രോജക്റ്റിൽ പ്രത്യേക ഫണ്ട് വകയിരുത്തിക്കൊണ്ടാണ് ഇപ്പൊ തന്നെ ഇത് സ്മാർട്ട് അംഗൻവാടി ആയിരിക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തിൽ കഴിഞ്ഞ വർഷം 5 എണ്ണം നമ്മൾ സ്മാർട്ട് അംഗൻവാടിയായി എടുത്തു. അതിന്റെ അങ്ങേ വർഷവും 5 എണ്ണം അങ്ങനെ ചെയ്തു. ഓരോ വർഷവും നമ്മൾ 5 അംഗൻവാടികൾ വീതം പുതുക്കി പണിയേണ്ട അംഗൻവാടികൾക്ക് അത് കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യവും ഒരുക്കുന്നതിന് വേണ്ടി ആദ്യകാലങ്ങളിൽ പണിഞ്ഞ അംഗൻവാടികൾക്ക് സൗകര്യങ്ങൾ കുറവായിരുന്നു. ഇപ്പോഴും നമ്മൾ പണിയുന്ന അംഗൻവാടികൾ ഈ പശ്ചാത്തല സൗകര്യങ്ങളും അടിസ്ഥാന വികസനങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള അംഗൻവാടി കെട്ടിടങ്ങളാണ്. അംഗൻവാടി പ്രവേശന ഉത്സവമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രസിഡന്റ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് 10:30-ക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ പ്രവേശനോത്സവം നടത്തണമെന്ന് സർക്കുലർ വന്നുകൊണ്ടാണ് ഇന്ന് നടത്തിയതിന് മുമ്പ് വെച്ചിരുന്നതാണ്. മഴ കാരണം മാറ്റിവെച്ചാൽ ഇപ്പോൾ നമ്മുടെ അംഗൻവാടികളുടെ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഗ്രാമപഞ്ചായത്തിനുണ്ട്. നമുക്കറിയാം പണ്ട് അംഗൻവാടിയൊക്കെ ഈ അംഗൻവാടി തന്നെ എങ്ങനെ പ്രവർത്തിച്ച ഒരു അംഗൻവാടിയായിരുന്നു. ഇപ്പോൾ ഇന്ന് ഈ സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നല്ല രീതിയിൽ തന്നെ ഒരു ഇടപെടലും സഹായവും എല്ലാ അംഗൻവാടിക്കും ഏകദേശം 36 അംഗൻവാടിയോളം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്ത് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി അവർക്ക് വിദ്യാഭ്യാസമായാലും അവർക്ക് പോഷകാഹാരമായാലും എല്ലാം നൽകി നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് പോകുന്നതാണ് ഗ്രാമപഞ്ചായത്ത്. കൂടുതൽ കാര്യങ്ങൾ ഈ അംഗൻവാടികളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രവേശനോത്സവം വളരെ സന്തോഷകരമായ ഒരു രീതിയിലാണ് നടത്തിയിരിക്കുന്നത്. നല്ല പങ്കാളിത്തമുണ്ട്. എനിക്ക് പറയാനുള്ളത് നമ്മുടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ചെറിയ അകൽച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മളെ ഈ അംഗൻവാടിയിലേക്ക് കൊണ്ടുവരുന്ന ആ സമയത്ത് നമ്മളെ ഇവിടെ കിട്ടുന്ന ആ കെയറിങ് മറ്റുള്ള സ്കൂളുകളിൽ മാനേജ്മെന്റ് സ്കൂളിൽ ആ കെയറിങ് കിട്ടത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ അംഗൻവാടിയാണ് സമീപിച്ചത്. ഇടക്കാലങ്ങളിൽ വെച്ചൊരു മാറ്റം വന്ന് വീണ്ടും മാനേജ്മെന്റ് സ്കൂളിനെ സമീപിച്ച് നമ്മുടെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ പ്ലേ ക്ലാസ്സിലേക്ക് മാറ്റുകയാണ്. എന്നാൽ ഇപ്പോൾ അതിലൊക്കെ ഉപരി ഇപ്പം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും അറിവുകൾ കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ അംഗൻവാടിയിൽ നിന്നും കിട്ടുന്ന ആ കെയറിങ്ങും ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന അറിവും അതേ കണക്കുള്ള നല്ല കെയറിങ് വേറെ എങ്ങും കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം വീണ്ടും നമ്മൾ അംഗൻവാടികളിലേക്കാണ് എല്ലാ കുട്ടികളെയും കൊണ്ടുവരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നേരെ എവിടെയാണ് പ്ലേ ക്ലാസ്സിലാണ് കൊണ്ടാക്കുന്നത്. പ്ലേ ക്ലാസ്സിൽ കൊണ്ടാക്കിയുള്ള പ്രശ്നം എന്താണ്?
കുഞ്ഞുങ്ങൾക്കൊരു ഇന്ററാക്ഷൻ ഉണ്ടാവത്തില്ല. എല്ലാ കുട്ടികളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവണമെന്നെങ്കിൽ നമ്മൾ അംഗൻവാടിയിൽ തന്നെ കൊണ്ടാക്കണം. അവിടെ ടൈയും കോട്ടും കെട്ടി കുഞ്ഞുങ്ങൾ ആദ്യം നമ്മളെല്ലാവരും ഇത് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്. എന്നാൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പോഷകാഹാരങ്ങളും കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിൽ വളരാനുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അംഗൻവാടിയിൽ നിന്ന് തന്നെയാണെന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. കുട്ടികളെ നിർത്തി വിளையாടുക്കണോ? എടുക്കണേ ഇങ്ങോട്ട് ഇങ്ങോട്ട് മക്കളെ തൊപ്പി വെച്ചോണ്ടൊക്കെ ഓടുക. നദീറ സൈഫുദ്ദീൻ, ഷീജ റാഫി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകുമാർ, ICDS സൂപ്പർവൈസർ അമ്പിളി, അംഗനവാടി വർക്കർ ജലജ, ഹെൽപ്പർ സുനിമോൾ എന്നിവർ സംസാരിച്ചു. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.